السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم، والله يختص برحمته من يشاء، والله ذو الفضل العظيم. صدق الله العظيم. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തുടർന്ന് പറയുകയാണ്, മാ യവദ്ദുല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ അവരിഷ്ടപ്പെടൂല. മാ യവദ്ദു മിനൽ മവദ്ദത്തി വഹിയൽ മഹബ്ബ. മഹബ്ബത്ത്, മവദ്ദത്ത്, ഐ മാ യുഹിബ്ബു, അവര് ഇഷ്ടപ്പെടുകയില്ല അവിശ്വാസികൾ. അതാരാലാണ്? മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബിനാൽ, അഹ്ലു കിതാബികളായ അവിശ്വാസികൾ ഇഷ്ടപ്പെടൂല. വലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളാലും, അതായത് മുശ്രിക്കുകളും അഹ്ലു കിതാബിൽ ഉള്ള അവിശ്വാസികളും അവരും ഇഷ്ടപ്പെടൂല. വലൽ മുശ്രിക്കീന മിനൽ അറബി അത്ഫുൻ അലാ അഹ്ലിൽ കിതാബി വമിൻ ലിൽ ബയാനി, ബയാനിനാണ് മിന്ന്. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്നും അഹ്ലു കിതാബിൽ നിന്നും ഉള്ള കാഫിറുകൾ, മുശ്രിക്കീങ്ങളാലും അഹ്ലു കിതാബുകളാലുമുള്ള കാഫിറുകൾ, മുശ്രിക്കീങ്ങളാലും മിന്ന് ബയാനാണ്. മുശ്രിക്കീങ്ങളിൽ നിന്ന് എന്ന് തബ്ഈദല്ല. മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളാലും, ആ കാഫിറുകൾ ആരാൽ? മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ, എന്തിഷ്ടപ്പെടൂല? അൻ യുനസ്സല അലൈക്കും, നിങ്ങളുടെ മേൽ ഇറക്കപ്പെടൽ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മഫ്ഊൽ യവദ്ദു. മാ യവദ്ദു അൻ യുനസ്സല അലൈക്കും, നിങ്ങളുടെ മേൽ ഇറക്കപ്പെടൽ, മിൻ ഖൈരിൻ, ഏതെങ്കിലും ഖൈറ്, നിങ്ങൾക്കൊരു നന്മ വരിക എന്നത് ഒറ്റ മുശ്രിക്കും ഇഷ്ടപ്പെടുന്നില്ല, ഒരൊറ്റ അഹ്ലു കിതാബും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അൻ യുനസ്സല അലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന്, അൻ യുനസ്സല അലൈക്കും മിൻ ഖൈരിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും ഖൈറ് നിങ്ങൾക്ക് ഇറക്കപ്പെടൽ
അത് അവരാരും ഇഷ്ടപ്പെടുന്നില്ല. മിന്ന് സായിദത്തുൻ, മിന്ന് സായിദയാണ്, പ്രത്യേകമായ മാന ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഖൈരിൻ, വഹ്യിൻ എന്നാണ് ജലാലൈനി പറയുന്നത്. വഹ്യിൻ, വഹ്യ് വലിയ ഖൈറാണ്. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം വരിക എന്നത്, അതിനുവേണ്ടി ഒരാളെ അള്ളാഹു സെലക്ട് ചെയ്യുക എന്നത് വല്ലാത്ത ഖൈറാണ്. അതിനു വേണ്ടിയാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു തആല സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊന്നും ഓൽക്ക് പിടിക്കുന്നില്ല. ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. ജൂതനസാറാക്കളും മുശ്രിക്കുകളും മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിൽ അവരൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്. ഹസദല്ലക്കും, അതിൻ്റെ കാരണവും ജലാലൈനി കണ്ടെത്തുന്നുണ്ട്. നിങ്ങളോടുള്ള ഹസദ്, ഓ മുത്തുനബിയെ, അങ്ങോടുള്ള ഹസദ്, അവിടുത്തെ അനുയായികളോടുള്ള ഹസദ്, ആ ഒത്തൊരുമ കാണുമ്പോൾ, ആ ഐക്യം കാണുമ്പോൾ, ആ നേതാവിനോടുള്ള സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഖൈറ് വരുന്നതും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുത്തുനബിയെ വഹ്യ് സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലാക്കിയത്. ആ വലിയ ഖൈറുണ്ടല്ലോ, ആ ഖൈറ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, അത് ഏറ്റെടുക്കാൻ ഒരു വലിയ അനുയായി വ്യൂഹത്തെ ലഭിച്ചത്, ഇതിലൊക്കെ അവർ അസൂയ പൂണ്ടുകൊണ്ട് അവർക്കാർക്കും ഇത് ഇഷ്ടമില്ല. വല്ലാഹു, എന്നിട്ട് അള്ള പറയുന്നു, ഒല അസൂയ പൂണ്ടാലും ഇല്ലെങ്കിലും അവരേത് ശത്രുത വെച്ചാലും വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല യഖ്തസ്സു ബിറഹ്മതിഹി, അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ പ്രത്യേകമാക്കും. റഹ്മത്തിന് ജലാലൈനി കൊടുത്തത് ബിനുബുവ്വതിഹി, നുബുവ്വതിഹി, നുബുവ്വത്ത് വലിയ റഹ്മത്താണ്. ആ നുബുവ്വത്ത് കൊണ്ട് അല്ലാഹു തആല പ്രത്യേകമാക്കും. അവൻ സെലക്ട് ചെയ്യും മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു പ്രത്യേകമായി സെലക്ട് ചെയ്യും. അവിടെ റഹ്മത്ത് എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അഖ്റജ ഇബ്നു അബി ഹാത്തിമിൻ അൻ മുജാഹിദിൻ റളിയല്ലാഹു അൻ ഖൗലുഹു അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി എന്ന അല്ലാഹുവിൻ്റെ വാചകം, ഖാല, അവിടുന്ന് പറയുകയാണ്, അൽ ഖുർആനു വസ്സലാം, ഖുർആനാണ് സലാമാകുന്നു, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷാ കവചം, അള്ളാഹു തആല ഇറക്കിക്കൊടുത്ത പ്രത്യേക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഇതാണ് ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജലാലൈനി സങ്കല്പിക്കുന്നത് നുബുവത്തഹു, നുബുവത്തിഹി, ആ നുബുവത്ത് കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കും. മൻ യശാ, അല്ല ഉദ്ദേശിച്ചവരെയാണ് അല്ല സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ചവരെയല്ല. അഹ്ലു കിതാബുകൾ അവിടെ പറയുന്നുണ്ട്, വ തഅലീലുൻ ലിന്നഫി വഹസദിൽ യഹൂദി ബിസബബി സഅമിഹിം അന്ന നുബുവ്വത ലാ തലീഖു ഇല്ലാ ബിഹിം. ഈ നുബുവത്ത് എന്നൊക്കെ പറഞ്ഞത് അത് മുഹമ്മദിനെ പോലത്തെ ഒരു യതീമായി വന്ന, ഒരു യതീമായി ജന്മം കൊണ്ട് അങ്ങനെ വളർന്നു വന്ന ഒരാൾക്കൊന്നും കിട്ടേണ്ടതല്ല. മറിച്ച് ലാ തലീഖു ഇല്ലാ ബിഹിം, അവർക്ക് ജൂതന്മാർക്ക് അതിനൊക്കെ അവകാശമുള്ളൂ. ലി കൗനിഹിം അബ്നാ അൽ അംബിയാഇ, എന്നിട്ട് അവരതിന് കാരണം പറയണം, അവർ അമ്പിയാക്കളുടെ മക്കളാണ്, പൂർവികരായ അമ്പിയാക്കളുടെ മക്കളാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ് ജൂതന്മാർ. അതിനെ വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിശിതമായി അതിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ്.
وحسدوا مشركي العرب بسبب ما عندهم من الرياسة والفخر. ഓൽക്ക് അധികാരവും പ്രൗഢിയുമൊക്കെ അവരുടെ അടുത്തായ കാരണം കൊണ്ട് തന്നെ അവർ പറയാണ് ഫഖാലു, അവർ പറഞ്ഞു ലാ തലീഖുൻ നുബുവത്തു ഇല്ലാ ബിന, ഞങ്ങളോടല്ലാതെ നുബുവത്ത് യോജിക്കൂല. നബിയാകുകയാണെങ്കിൽ ഞങ്ങളിൽ എത്ര ആൺകുട്ടികളുണ്ട്, അവരൊക്കെ അല്ല നബിയാകേണ്ടത്. മുഹമ്മദ് നബിയാണെന്ന് പറയുക, അത് നമ്മൾ അംഗീകരിക്കുക, അത് നടക്കൂല. ഈ ഒരു രൂപത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ. അസൂയ അങ്ങനെയാണല്ലോ, അസൂയയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ ഹസദിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ അമലൊക്കെ ബാത്തിലായി പോകും. അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൽ നാറു അൽ ഹത്വബ് ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. തീയ് വിറകിനെ തിന്നുകളയും പോലെ അസൂയ മനുഷ്യൻ്റെ നന്മകളെ കാർന്നു തിന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ അമലുകൾ നമുക്ക് വളരെ കുറച്ചുള്ളൂ, അതുപോലും ഹസദ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ വലിയ അപകടം ചെയ്യും. ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. കളി അള്ളാഹുവിനോട് വേണ്ട. അവനാണ് ആരെയാണ് നബിയാക്കേണ്ടത്, ആരെയാണ് റസൂലാക്കേണ്ടത്, ആരെയാണ് അതിന് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നവൻ. അതുകൊണ്ട് വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അല്ലാഹു വലിയ ഔദാര്യമുടയവൻ തന്നെയാണ്. അല്ലാഹു വലിയ ഔദാര്യവാനാണ്. നിങ്ങൾ എന്ത് അസൂയ വെച്ചിട്ടും കാര്യമില്ല, അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചത് തടയാൻ ആർക്കും കഴിയൂല. അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തും റിസാലത്തൊക്കെ കൊടുക്കാൻ അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അള്ളാഹുവിൻ്റെ ഇറാദത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്കേ ഇത് പറ്റുള്ളൂ, ജൂതന്മാർ ഞങ്ങൾക്കേ ഇത് പറ്റുള്ളൂ, ഞങ്ങളാണല്ലോ പൂർവിക അമ്പിയാക്കളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഫലവത്തല്ല, അതൊന്നും ഇവിടെ ന്യായമായി കൂട്ടാൻ പറ്റൂല. അള്ളാഹു പ്രത്യേകം ആരെയാണോ ഇതിന് പ്രത്യേകമായി സെലക്ട് ചെയ്തത് അവരാണ് അതിന് യോഗ്യർ. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അള്ളാഹു പറയുകയാണ്, അള്ളാഹു ആകുന്നത് ദുൽ ഫദ്ലിൽ അളീം, വലിയ ഔദാര്യമുടയവനാണ്. ആ ഔദാര്യം കൊടുക്കേണ്ടത് റബ്ബാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും, നമ്മുടെ സർവ്വ മുഹിബ്ബീങ്ങൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു തആല അവൻ്റെ വലിയ ഫദ്ല് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.